ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനിതാ 3 പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതാ ചെറുതായിട്ട് മുറിച്ചവിടെ വെച്ചിട്ടുണ്ട്. പഴം അതുപോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴവും ക്യാരറ്റും പിന്നെ നമ്മൾക്ക് ഇതിക്കൊരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ക്യാരറ്റ് 1-2 ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ഇവിടെ ഇട്ടെടുത്തിട്ടുള്ളൂ. ഇതൊരു 3-4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റവ ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം, ഒന്നിങ്ങോട്ട് ഇളക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇവിടെ വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് വറുത്ത് കോരട്ടെ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് വറുത്ത് കോരിയതിന് ശേഷം ബാക്കി വന്ന നെയ്യ് നമുക്ക് നമ്മളാ കൂട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അരവിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. റവ ആയതുകൊണ്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചതാണല്ലോ, അപ്പോൾ ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് എല്ലായിടത്തും കൂടി ആ നെയ്യൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കുക്കർ തന്നെ വേണമെന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനവിടെ പഴയ പാൻ ഇങ്ങനെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വറുത്ത് കുരച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കുക. വിസിൽ കൂടി വെച്ചിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പലഹാരമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.